ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. iPlusTraining സൊല്യൂഷൻസിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള. അപ്പം നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ് രജിസ്ട്രാർ ഒക്കെ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ കുറെ അധികം എന്താ പറയുക ഫങ്ഷണൽ രജിസ്ട്രാർമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഭവം അല്ലെ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ഹൈറാർക്കി എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മള് ഒരു താലൂക്ക് തല ഓഫീസിൽ പോകണമെങ്കിൽ അവിടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ട്, ജില്ലാതല ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള. ഇവിടെ ആദ്യം പറയുന്നത് with a view to providing for the orderly development of the cooperative movement in the state of Kerala in accordance with the relevant directive principles of state policy initiated in the Constitution of India. The KCS Act 1969 was passed by Kerala Legislative Assembly to regulate the management of cooperative throughout the state. ഈ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു ഓർഡർലി ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് പോളിസിയൊക്കെ വെച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ എന്താണ് നമുക്കറിയാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് സഹകരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. ഒരു സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സബ്ജക്ട് എന്നാണ് നമ്മൾ ഈ കോപ്പറേറ്റീവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നുണ്ട് കോർപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട് ടു ഓഫ് സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ ആൻഡ് ദ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ഈസ് അസിസ്റ്റഡ് ബൈ എ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ. അപ്പൊ അതിനെ മനസ്സിലാക്കാം. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും ടോപ്പ് 5 ഡിപ്പാർട്ട്മെന്റിൽ ഒന്നാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നിലവിൽ നമുക്കറിയാം സഹകരണം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അല്ലെ, ഒരു സംസ്ഥാന വിഷയമാണെന്ന് ഓർത്ത് വെച്ചത്. ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് സഹകരണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ് സബ്ജക്ട് ആദ്യം മനസ്സിലാക്കുക. സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. എന്ന് മുതലാണ് ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കിയെന്നൊരു ചോദ്യം വരാം അല്ലെ. എന്ന് മുതലാണ് സ്റ്റേറ്റ് സബ്ജക്ട് ആക്കിയത്? 1919 മുതലാണെന്ന് മക്കളെ എല്ലാവരും ഓർത്ത് വെച്ചൊക്കെ. 1919 കേട്ടോ. 1919 മുതലാണ് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത്. നമ്മള് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അല്ലെ. മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സഹകരണത്തെ ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആക്കി. അന്ന് സ്റ്റേറ്റ് സബ്ജക്ട് അല്ല, അന്ന് പ്രൊവിൻഷ്യൽ സബ്ജക്ട്. കാരണം അന്ന് സംസ്ഥാനങ്ങളില്ലല്ലോ, 19 അന്ന് നിലവിലുണ്ടായിരുന്ന എന്തായിരുന്നു? പ്രവിശ്യകളായിരുന്നു, പ്രവിശ്യ. അതുകൊണ്ട് തന്നെ അന്ന് ഇതിനെ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്ട്, പിന്നീട് സ്റ്റേറ്റ് ആയപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ അതിനെ സ്റ്റേറ്റ് സബ്ജക്ട് ആക്കിയാണ് പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തും ഒരു ഡിപ്പാർട്ട്മെന്റ്, സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ സഹകരണ ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കണം. ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റിന് ഒരു തലവൻ വരുന്നുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ഹെഡ് വരുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഹെഡിന്റെ അണ്ടറിലാണ് വരിക. അപ്പം എന്താണ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു മിനിസ്റ്റർ തന്നെ ഉണ്ടെന്ന് ഓർത്ത് വെച്ച് മനസ്സിലാക്കുക. എന്താണ് ഒരു മിനിസ്റ്റർ, ഒരു സഹകരണ മന്ത്രി ഉണ്ട്. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് ഒരു മന്ത്രിയുണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഒരു സെക്രട്ടറി വരുന്നുണ്ട് കേട്ടോ. ഗവൺമെന്റ് സെക്രട്ടറി ടു ഗവൺമെന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു മന്ത്രിയുണ്ട്, മന്ത്രിയെ സഹായിക്കാൻ വേണ്ടി ഒരു എന്താ പറയുക ഒരു സെക്രട്ടറി ഓഫ് ഗവൺമെന്റും വരുന്നുണ്ട് എന്ന് ഓർത്ത് മനസ്സിലാക്കാം. ഇനി നമുക്ക് നേരെ പ്രോപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ വിങ്ങിലേക്ക് പോവാം അല്ലെ. നമുക്ക് നമ്മുടെ വിങ്ങിലേക്ക് പോവാം. നോക്കിയേ, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഈസ് ഹെഡഡ് ബൈ ദി RCS ആണ്. അപ്പൊ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അണ്ടറിലാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് ഒരു തലവനുണ്ട്. ആരായിരിക്കും ആ തലവൻ എന്ന് പറയുക? ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഈസ് ഹെഡഡ് ബൈ ദി RCS കേട്ടോ. അപ്പൊ രജിസ്ട്രാർ ആയിരിക്കും എന്തെന്ന് പറയുക സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ. ആരാ മക്കളെ? ആ രജിസ്ട്രാർ. ഓർത്ത് വെച്ച് പഠിച്ചേ. രജിസ്ട്രാർ ഈസ് ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന് പറയുന്നത് അത് ആരാണ്? അത് ഓർത്ത് വെച്ച് ആരാണ് പറഞ്ഞേ? ആര്? രജിസ്ട്രാർ ആണ്. അത് രജിസ്ട്രാർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു വകുപ്പാണ് അല്ലെ. അപ്പൊ ഈ വകുപ്പിനെ
ദ ഡിപ്പാർട്ട്മെന്റ് ഹാസ് 2 വിങ്സ് എന്നാ പറയുക. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് 2 വിങ്ങായിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, എത്ര വിങ്ങാണ് അത് ചോദിക്കാം. നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ഡിപ്പാർട്ട്മെന്റ് ഹാസ് 2 വിങ്സ് കേട്ടോ. ദ ഡിപ്പാർട്ട്മെന്റ് ഹാസ് 2 വിങ്സ്. നമ്മൾക്ക് 2 വിങ്ങായിട്ടാണ് വർക്ക് ചെയ്യുക. ഏതൊക്കെയാണ്? ജനറൽ വിങ് ആൻഡ് ഓഡിറ്റ് വിങ് എന്ന് പറയും കേട്ടോ. മക്കളെ ഓർത്ത് വെച്ചേക്കുക, ജനറൽ വിങ്ങും ഉണ്ട്, ഓഡിറ്റ് വിങ്ങും ഉണ്ട്. ഈ ജനറൽ വിങ്ങിനെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്നും പറയാം. ഓക്കെ, ജനറൽ വിങ്ങിനെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്നും പറയാം. ജനറൽ വിങ്ങിനെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്നും പറയാം. അപ്പൊ ജനറൽ വിങ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, ജനറൽ വിങ്ങോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങോ, അതോടൊപ്പം തന്നെ എന്താണ് ഓഡിറ്റ് വിങ്ങും ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ജനറൽ വിങ്ങിന്റെ ഹെഡ് ആരാന്ന് നോക്കിയേ. ദ ജനറൽ വിങ് is headed by registrar of cooperative society to look after the administrative matters relating to cooperative society. സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നോക്കി നടത്തുന്ന ആരാണ്? ആ രജിസ്ട്രാർ ആണ്. കാരണം ഇത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഞാൻ പറഞ്ഞു. ടോട്ടലായിട്ട് നമ്മൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അത് രജിസ്ട്രാർ ആണ്. നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നത്, 2 വിങ്ങായിട്ടാണ് വർക്ക് ചെയ്യുക. നമ്പർ 1 ഫസ്റ്റ് വിങ് എന്ന് പറയുന്നത് ജനറൽ വിങ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്നും, സെക്കൻഡ് വിങ് എന്ന് പറയുന്നത് ഓഡിറ്റ് വിങ്ങുമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ ജനറൽ വിങ്ങിന്റെ തലവൻ എന്ന് പറഞ്ഞ ആരാണ്? ആ രജിസ്ട്രാർ ആണ്. ജനറൽ വിങ്ങിന്റെ തലവൻ രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി നടത്തുക? നോക്കിയത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹു ലുക്ക് ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആണ് ആര് നോക്കി നടത്തുന്നത്? ആ രജിസ്ട്രാർ നോക്കി നടത്തുന്നത് നോർത്ത് വെച്ചേക്കുക. ഇനി ഓഡിറ്റ് വിങ് ഞാൻ പറഞ്ഞു, ജനറൽ വിങ് ആൻഡ് ഓഡിറ്റ് വിങ്. ജനറൽ വിങ്ങിന് മറ്റൊരു പേര് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്. ദ ഓഡിറ്റ് വിങ് ഈസ് ഹെഡഡ് ബൈ DCA ഹു ലുക്ക് ആഫ്റ്റർ ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഒരു സഹകരണ സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രാറും. അതോടൊപ്പം തന്നെ എന്താണ്? ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ അല്ലെ? സഹകരണ സംഘത്തില് ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നോക്കി അതിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ദ ഓഡിറ്റ് വിങ് ഈസ് ഹെഡഡ്. ദ ഓഡിറ്റ് വിങ് ഈസ് ഹെഡഡ്. ഓഡിറ്റ് വിങ്ങിന്റെ തലവൻ എന്ന് പറയുന്ന ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് കേട്ടോ. DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹു ലുക്ക് ആഫ്റ്റർ ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് DCA നോക്കി നടക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് DCA നോക്കി നടത്തുന്നത് എന്നോർത്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രധാനപ്പെട്ടതായിട്ട് 2 വിങ്, ജനറൽ വിങ്, ഓഡിറ്റ് വിങ്. ജനറൽ വിങ്ങിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രജിസ്ട്രാർ ആണ്. സഹകരണ സംഘങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം നോക്കി നടത്തുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഓഡിറ്റ് വിങ് ഉണ്ട്. ഓഡിറ്റ് വിങ്ങിന്റെ തലവൻ ആരാന്ന് വെച്ചാൽ DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അദ്ദേഹമാണ് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ഇനിയും പറയുന്നുണ്ട്, ഇൻ അഡീഷൻ ടു ദിസ്, ഇതിനോടൊപ്പം തന്നെ എന്താണ്? there are other societies in various department which are under the administrative control of functional registrar. functional registrar ഉണ്ടല്ലോ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. and the responsibility of audit of such society is associated with the cooperative department. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം എന്താന്ന് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ചില നമുക്ക് എന്താണ് അവിടെ ഈ ഫങ്ഷണൽ രജിസ്ട്രാർമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കയറ്, ഹാൻഡ്ലൂം, അപ്പൊ അതിനൊക്കെ ഫങ്ഷണൽ ആയിട്ടുള്ള രജിസ്ട്രാർമാർ വരുന്നുണ്ട്. അതോടൊപ്പം പക്ഷേ അതിന്റെ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കും ഓർത്ത് വെച്ചേക്കുക. അത് വിശദമായിട്ട് പറയാം. മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കിയാലോ? നോക്കണം മക്കളെ, നോക്കിയേ. ഇനി അവിടുത്തെ ചാർട്ട്, ഈ ചാർട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഒരു ചാർട്ട് കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഈ സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിൽ പറയുന്നുണ്ട്. ഹെഡായിട്ട് വരുന്ന ആരാണ്? ഹെഡായിട്ട് വരുന്നത് രജിസ്ട്രാർ ആണ്. ഞാൻ പറഞ്ഞു രജിസ്ട്രാർ ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ അല്ലെ? ഡിപ്പാർട്ട്മെന്റ്, സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ആണ്. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തരംതിരിക്കുന്നു അല്ലെ? 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തരംതിരിക്കുകയാണ്. സംശയമൊന്നുമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അതിനെ നമുക്ക് ജനറൽ വിങ് എന്നും പറയാം അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഓർ ജനറൽ വിങ്ങും, അതോടൊപ്പം തന്നെ ഓഡിറ്റ് വിങ്ങും. മനസ്സിലാക്കണം കേട്ടോ. ഓഡിറ്റ് വിങ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഹെഡ്, ടോപ്പ് ലെവൽ ഹെഡായിട്ട് രജിസ്ട്രാർ വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു 2 വിങ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ജനറൽ വിങ്ങും, അതോടൊപ്പം തന്നെ ഓഡിറ്റ് വിങ്ങും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന്റെ ഹെഡായിട്ട് വരുന്നത് RCS ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന്റെ ഹെഡായിട്ട് വരുന്നത് RCS ആണ്. ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡായിട്ട് വരുന്നത് DCA ആണ്.
ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡായിട്ട് വരുന്ന ആരാണ്? DCA ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന് അണ്ടറിലായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ വീണ്ടും എന്താണ്, അവിടെ ഒരു തരംതിരിവ് വരുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഇവിടെ ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, നോക്കിയേ, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഈസ് ഹെഡഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ആണ്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇനി അവിടെ പറയുന്നുണ്ട്, അറ്റ് ദ ഹെഡ് ക്വാർട്ടർ RCS ഈസ് അസിസ്റ്റഡ് ബൈ 4 അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ RCSനെ സഹായിക്കാനായിട്ട് 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട് അല്ലെ. എത്ര പേരുണ്ട്? 4 അഡീഷണൽ രജിസ്ട്രാർമാർ. അഡീഷണൽ രജിസ്ട്രാർ 1, അഡീഷണൽ രജിസ്ട്രാർ 2, അഡീഷണൽ രജിസ്ട്രാർ 3, അഡീഷണൽ രജിസ്ട്രാർ 4. അപ്പൊ 4 അഡീഷണൽ രജിസ്ട്രാർമാർ ഇവിടെ ഉണ്ടെന്നാണ് പറയുക. ഓർത്ത് വെക്കണം, ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഹെഡ് ക്വാർട്ടറിൽ പറയുന്നുണ്ട് RCSനെ സഹായിക്കാനായിട്ട് RCS ഈസ് അസിസ്റ്റഡ് ബൈ 4 അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ. 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഒരാള് ജനറൽ വിങ്ങിന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഒരു അഡീഷണൽ രജിസ്ട്രാർ. വേറൊരു അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ് വിങ്ങിന്റെ കാര്യങ്ങൾ നോക്കുന്നു. മറ്റൊരു അഡീഷണൽ രജിസ്ട്രാർ എന്തിന്റെ കാര്യം നോക്കുക? കൺസ്യൂമർ അല്ലെ, കൺസ്യൂമർ വിങ് ആണ്. മറ്റൊരു എന്താണ്, 4ാമത്തെ അഡീഷണൽ രജിസ്ട്രാർ ICDP ആണ്. ഓക്കെ, ICDPയുമായി ബന്ധപ്പെട്ടാണ് 4ാമത്തെ അഡീഷണൽ രജിസ്ട്രാർ വരിക. ഓർത്ത് വെക്കുക. വീണ്ടും പറയുകയാണ്, നോക്കിയേ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. ഇൻചാർജ് ഓഫ് ജനറൽ, ക്രെഡിറ്റ്, കൺസ്യൂമർ ആൻഡ് ICDP വിങ്സ് റെസ്പെക്റ്റീവ്ലി കേട്ടോ. ICDP വിങ് റെസ്പെക്റ്റീവ്ലി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓർത്ത് വെച്ച് വളരെ സിമ്പിൾ ആണ്. 4 അഡീഷണൽ രജിസ്ട്രാർമാര്, ജനറൽ, ക്രെഡിറ്റ്, കൺസ്യൂമർ, ICDP. ഇനിയും പറയുന്നുണ്ട് 2 ജോയിന്റ് രജിസ്ട്രാർമാർ വരുന്നുണ്ട് അല്ലെ. 2 ജോയിന്റ് രജിസ്ട്രാർമാർ വരുന്നുണ്ട്. M&P അല്ലെ, SC/ST സംഘത്തിന്റെ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗിന്റെ. ഓക്കെ, അതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 2 ജോയിന്റ് രജിസ്ട്രാർ, JR1, JR2. അപ്പം 4 അഡീഷണൽ രജിസ്ട്രാർ, 2 ജോയിന്റ് രജിസ്ട്രാർ, ജനറൽ വിങ്, ക്രെഡിറ്റ് വിങ്, കൺസ്യൂമർ, ICDP, ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്ട് അല്ലെ, ICDP. അങ്ങനെ 4 അഡീഷണൽ രജിസ്ട്രാർമാരും 2 ജോയിന്റ് രജിസ്ട്രാർമാരും അവിടെ വരുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കും. 4 അഡീഷണൽ രജിസ്ട്രാർമാരും 2 ജോയിന്റ് രജിസ്ട്രാർമാരും അവിടെ വരുന്നുണ്ട്. ഓർത്ത് വെച്ചേക്കുക, 2 ജോയിന്റ് രജിസ്ട്രാർമാർ അല്ലെ. M&P എന്ന് പറഞ്ഞാൽ അത് അർത്ഥം നോക്കാം. M&P മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റീസിന്റെ കാര്യം നോക്കാൻ, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റിയുടെ കാര്യം നോക്കാനും, അതോടൊപ്പം തന്നെ എന്താണ് SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കാര്യങ്ങൾ നോക്കാനുമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. തീർന്നിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. ഞാനത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുകയാണ്. പിന്നെ പറയുന്നുണ്ട്, അവിടെ ആര് വരുന്നുണ്ട് നോക്കിയേ, അവിടെ ആര് വരുന്നുണ്ട്? Out of 2 joint registrar in head office, 1 JR is in charge of matters relating to marketing and processing society. ഞാൻ പറഞ്ഞു. And other is in charge to SC/ST cooperative society. അതും പറഞ്ഞു. അടുത്ത പറയുന്നത് law officer and finance officer who are on deputation from the secretariat advise the registrar on matters relating to legal aspect and finance matters respectively. ഇനി ഇവിടെ ആരും കൂടെ വരുന്നുണ്ട് നോക്കിയേ, ഒരു ലോ ഓഫീസർ വരുന്നുണ്ട് അല്ലെ. ലോ ഓഫീസർ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ രജിസ്ട്രാറിന് എന്ത് നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനും വേണ്ടി, നിയമപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി അവിടെ ഒരു ലോ ഓഫീസർ വരുന്നുണ്ട്. പിന്നെ ആര് വരുന്നുണ്ടെന്നാ പറയുക? ഫിനാൻസ് മാറ്റേഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി അല്ലെ, അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് അവിടെ ആര് വരുന്നുണ്ട്? ഒരു ഫിനാൻസ് ഓഫീസർ വരുന്നുണ്ട്. ഇപ്പൊ ലോ ഓഫീസറുണ്ട്, ഫിനാൻസ് ഓഫീസറുണ്ട്, പിന്നെ ഒരാൾ പറയാനുണ്ട്. ആരാണ്? റിസർച്ച് ഓഫീസറാണ് അല്ലെ. റിസർച്ച് ഓഫീസറിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ റിസർച്ച് ഓഫീസർ ഈസ് ഡെപ്യൂട്ടഡ് ഫ്രം ദ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഇൻ ചാർജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ് കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, അവിടെ ആരുടെ വരുന്നുണ്ട്? ഒരു റിസർച്ച് ഓഫീസർ. പഠിച്ചില്ല എല്ലാവരും കൂടെ നോക്കി. ലോ ഓഫീസർ, ഫിനാൻസ് ഓഫീസർ, റിസർച്ച് ഓഫീസർ വരുന്നുണ്ട്. 4 അഡീഷണൽ രജിസ്ട്രാറും 2 JR-ഉം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ രജിസ്ട്രാറിന്റെ വിങ്ങിലെ അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലെ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയും പറയുന്നത് ബിസൈഡ് ദ, ഇനി വീണ്ടും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ബിസൈഡ് ദ എബോവ് ഓഫീസേഴ്സ് 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, 13 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, 1 എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ആൻഡ് 1 PA to രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ വർക്കിംഗ് അറ്റ് ദി ഹെഡ് ക്വാർട്ടർ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ, ചോദിക്കില്ല.
ഇതാണ് പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു ഹൈരാർക്കി നിങ്ങൾ പഠിക്കുക. പിന്നെ ഇതിനോടൊപ്പം തന്നെയാണ് അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട് 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും 13 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരും ഒരു എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസറും പിന്നെ രജിസ്ട്രാറിന് PA ഒക്കെ അവിടെ വരുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് പിന്നെ പറയാണ് എ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ഈസ് ഫംഗ്ഷനിങ് അറ്റ് ദി ഹെഡ് ഓഫീസ് ആൻഡ് എ മന്ത്ലി പബ്ലിക്കേഷൻസ് എന്നാണ് സഹകരണ വീതി ഈസ് പബ്ലിഷ്ഡ് റെഗുലർലി ബൈ ദ ബ്യൂറോ. ഓക്കെ, കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ മന്ത്ലി പബ്ലിക്കേഷൻ ആണ് സഹകരണ വീതി എന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് മനസ്സിലാക്കി പോവാം. ഓക്കെ, അപ്പൊ ബ്യൂറോയുടെ ഹെഡ് എന്ന് പറയുന്നത് എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ആയിരിക്കും ആ ബ്യൂറോയുടെ ഹെഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസർ പഠിക്കുന്നുണ്ട് അല്ലേ. വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സെക്ഷൻ 68 പഠിക്കുക. കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസർ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൾ കേസസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ, കറപ്ഷൻ ആൻഡ് മേജർ ഇറഗുലാരിറ്റീസ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന കറപ്ഷൻസുകളൊക്കെ അല്ലെ, അഴിമതികളും തട്ടിപ്പുകളും മറ്റ് ഇറഗുലാരിറ്റീസിനെ കുറിച്ചൊക്കെ പരിശോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വിജിലൻസ് ഓഫീസറും ആളെ വരുന്നുണ്ട് അല്ലെ. ഹെഡ് ഓഫീസ് ഒരു വിജിലൻസ് ഓഫീസറും വരുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ DIG ഓഫ് പോലീസ്. അപ്പം വിജിലൻസ് ഓഫീസറിന്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ DIG ആയിരിക്കും. ഓക്കെ, DIG പോലീസ് DIG റാങ്കിലുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അസിസ്റ്റഡ് ബൈ 3 DYSP. ഓക്കെ, 3 DYSPമാരുണ്ടാവും, 3 CIമാരുണ്ടായിരിക്കും, പിന്നെ പോലീസ് കോൺസ്റ്റബിൾസും ഉണ്ടായിരിക്കും കേട്ടോ. ഇത്രയും പേരായിരിക്കും നമ്മുടെ ആ ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന് പറയുന്നത് DIG ഓഫ് പോലീസ് ആണ്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി 3 DYSP, 3 CIമാര്, പിന്നെ കുറച്ച് പോലീസ് കോൺസ്റ്റബിൾസ്. പിന്നെ നമ്മൾ സോണൽ ഓഫീസ് ഉണ്ടെന്നാണ് പറയുക. ഇറ്റ് ഹാസ് 3 സോണൽ ഓഫീസസ് അറ്റ് ആലപ്പി, തൃശ്ശൂർ ആൻഡ് കണ്ണൂർ. ആലപ്പുഴയിലും തൃശ്ശൂരും കണ്ണൂരും ഒക്കെ എന്താണ് സോണൽ ഓഫീസസ് ഉണ്ട്. ദ ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസർ ഈസ് ഇൻ ചാർജ് ഓഫ് എ ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ നോക്കിയാൽ ആരാണ് ദ ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസർ, അതിന്റെ ചാർജ് വരുന്നത് JR-നായിരിക്കും കേട്ടോ. ആ ജോയിന്റ് രജിസ്ട്രാറിനായിരിക്കും എന്ന് ഓർത്ത് വെച്ച്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ജനറൽ വിങ്ങുമായി ബന്ധപ്പെട്ട് പഠിച്ചത് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ വിങ് അല്ലെ. ഇനി നമുക്ക് ഓഡിറ്റ് വിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓഡിറ്റ് വിങ് നോക്കിയാലോ, ഓഡിറ്റ് വിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ അവിടെ പറയുന്നുണ്ട് എ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിച്ച് ഈസ് ഹെഡഡ് ബൈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഇപ്പൊ നമുക്ക് പറയാൻ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അല്ലെ, ഒരു വിങ് വരുന്നുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിച്ച് ഈസ് ഹെഡഡ് ബൈ DCA. അപ്പൊ ഓഡിറ്റ് വിങ്ങിന്റെ തലവൻ ആരാണ്? അത് DCA ആണ് കേട്ടോ. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഓഡിറ്റ് വിങ്ങിന്റെ തലവനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹു ഈസ് ആൻ IAS ഓർ IAS ഓഫീസർ. ഒരു IAS ഓഫീസർ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് സെക്ഷൻ 63 അതിനെക്കുറിച്ച് പഠിക്കും കേട്ടോ. അദ്ദേഹത്തിന്റെ യോഗ്യതകളെ കുറിച്ചൊക്കെ 63 DCയെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 63 ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഓഡിറ്റ് വിങ്ങിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ DCA ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ DCയെ സഹായിക്കാനായിട്ട് അല്ലെ, നോക്കി DCയെ സഹായിക്കാനായിട്ട് ആരൊക്കെയാണ് നമുക്ക് നോക്കിയാലോ, നോക്കാം അല്ലെ. The DCA is assisted by 1 additional director, 1 joint director and 1 deputy director, 1 assistant director and auditors of cooperative societies നോർത്ത് വെച്ചേക്കും. അപ്പം DCയെ സഹായിക്കാനായിട്ട് അവിടെ ഒരു അഡീഷണൽ ഡയറക്ടർ ഉണ്ട് അല്ലെ. ഒരു അഡീഷണൽ ഡയറക്ടർ ഉണ്ട് നോക്കി, അതാണ് അഡീഷണൽ ഡയറക്ടർ ഉണ്ട്. പിന്നെ ആരുണ്ടെന്നാണ് പറയുക, നോക്കി അഡീഷണൽ ഡയറക്ടർ ഉണ്ട്, ഒരു ജോയിന്റ് ഡയറക്ടർ ഉണ്ട്, ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, പിന്നെ കുറെ ഓഡിറ്റേഴ്സും ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ഓഡിറ്റ് വിങ് കൈകാര്യം ചെയ്യുക. അപ്പൊ അതിന്റെ തലവനാണ് DCA എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയാണ് നമ്മുടെ ഹെഡ് ഓഫീസിന്റെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഹെഡ് ഓഫീസ് നമ്മുടെ ഹെഡ് ക്വാർട്ടറിൽ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചറാണ്. 2 വിങ് ഉണ്ട്, ജനറൽ വിങ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്. ജനറൽ വിങ്ങിന്റെ മറ്റൊരു പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്. പിന്നെ ഓഡിറ്റ് വിങ്ങും ഉണ്ട്. 2 വിങ്ങിന്റെ തലവന്മാര് അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഓഫീസേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ സംസ്ഥാനതല സ്ട്രക്ചറാണ് പഠിച്ചതെങ്കിൽ ഇനി നമുക്ക് ജില്ലാതലത്തിലേക്ക് പോയാലോ. ജില്ലാതലത്തിൽ നോക്കിയേ പറയുന്നുണ്ട് അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ there are 2 വിങ്സ്. അപ്പൊ എല്ലായിടത്തും 2 വിങ്ങായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഡിസ്ട്രിക്ട് തലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ താലൂക്ക് തലത്തിലായിക്കോട്ടെ എല്ലായിടത്തും 2 വിങ് വരുന്നുണ്ട്.
അപ്പൊ നോക്കി ജില്ലാ തലത്തിലും എത്രയാണ്? അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ദയർ ആർ 2 വിങ്സ്, 2 വിങ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ജനറൽ ആൻഡ് ഓഡിറ്റ്. ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ്ങും. ഓക്കെ, ജില്ലാ തലത്തിലും 2 വിങ് വരുന്നുണ്ട്, ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ്ങും. ഇപ്പൊ ജനറൽ വിങ്ങിന്റെ തലവൻ ആരാണ്? ജനറൽ വിങ് ഈസ് ഹെഡഡ് ബൈ ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം ജനറൽ വിങ്ങിലെ കാര്യങ്ങൾ നോക്കുന്ന ആരാന്ന് ചോദിച്ചാല്, ജനറൽ വിങ്ങിന്റെ തലവൻ ആരാന്ന് ചോദിച്ചാല് അത് ആരാണ്? അത് ജോയിന്റ് രജിസ്ട്രാർ ആണ്. ജില്ലാ തലത്തിൽ വരുമ്പോൾ ജോയിന്റ് രജിസ്ട്രാർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം അദ്ദേഹമാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അല്ലെ. ഹു ലുക്ക് ആഫ്റ്റർ ദി അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ അല്ലെ ആരാണ്? അത് JR ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അദ്ദേഹത്തെ സഹായിക്കാനാണ് ഹി ഈസ് അസിസ്റ്റഡ് ബൈ 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് 2 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ JRനെ സഹായിക്കാൻ വേണ്ടി അവിടെ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടായിരിക്കും, പിന്നെ 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കും. ഇപ്പം ഒന്ന് ഞാൻ പറയാം, ജില്ലാ തലത്തിൽ നോക്കുമ്പോൾ 2 വിങ് ആണ്. അതിൽ ജനറൽ വിങ്ങും ഉണ്ട്, ഓഡിറ്റ് വിങ്ങും ഉണ്ട്. ജനറൽ വിങ്ങിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ജോയിന്റ് രജിസ്ട്രാർ ആണ്. ഈ എന്താ പറയുക, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരും ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ അടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞു 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ട് അല്ലെ. ഔട്ട് ഓഫ് ദി 2 AR 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരില് അവരെന്തൊക്കെ കാര്യങ്ങൾ നോക്കി തീർക്കുക? 1 ഈസ് ഇൻ ചാർജ് ഓഫ് പ്ലാനിങ് ആൻഡ് അതർ ഈസ് ഇൻ ചാർജ് ഓഫ് SC/ST കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരാൾ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റേ വ്യക്തി ആരാണ്? അദ്ദേഹം SC/ST കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ കേട്ടോ. പിന്നെ നമ്മുടെ ജില്ലാ തലത്തിലെ ഓഡിറ്റ് വിങ്ങിന്റെ തലവൻ ആരാണ്? ഓഡിറ്റ് വിങ് ഈസ് ഹെഡഡ് ബൈ ദി ജോയിന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ജോയിന്റ് എന്നുള്ള പേരാണ് ഈ ജില്ലാ തലത്തിൽ വരുന്നത്. ജോയിന്റ് രജിസ്ട്രാർ, ജോയിന്റ് ഡയറക്ടർ. ഓഡിറ്റിന്റെ കാര്യം നോക്കി നടന്നത് ജോയിന്റ് ഡയറക്ടറാണ്. ദ ഓഡിറ്റ് വിങ് ഈസ് ഹെഡഡ് ബൈ ജോയിന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹു ലുക്ക് ആഫ്റ്റർ ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘത്തിന്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആര് നോക്കി നടത്തുക? ആ ജോയിന്റ് ഡയറക്ടർ നോക്കി നടത്തുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ജോയിന്റ് ഡയറക്ടറിനെ സഹായിക്കാൻ വേണ്ടി JD ഈസ് അസിസ്റ്റഡ് ബൈ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി എന്താണ് ജില്ലാതല ഓഫീസർ ഉണ്ടായിരിക്കുമെന്നും ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് അറ്റ് ദി താലൂക്ക് ലെവൽ അല്ലെ. താലൂക്ക് ലെവലിലും 2 വിങ് തന്നെയുണ്ട്. താലൂക്ക് ലെവലിൽ എത്ര വിങ് ഉണ്ട്? 2 വിങ് ഉണ്ട്. ഏതൊക്കെയാണ്? ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ്ങും കേട്ടോ. അവിടെ എത്ര? ഇപ്പൊ എല്ലാ ഓഫീസുകളിലും ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ 2 വിങ് ആയിട്ടുണ്ട്. ജനറൽ വിങ്ങും ഉണ്ട്, ഓഡിറ്റ് വിങ്ങും ഉണ്ട്. ഇനിയും പറയുന്നുണ്ട് ദ ജനറൽ വിങ് ഈസ് ഹെഡഡ് ബൈ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ ജനറൽ വിങ്ങിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് AR ആണ്. ഓക്കെ, AR അസിസ്റ്റന്റ് രജിസ്ട്രാർ. അപ്പൊ ഇവിടെ ഹൈറാർക്കി പഠിക്കാൻ എളുപ്പമാണ്. താലൂക്ക് തല കാര്യങ്ങൾ നോക്കുമ്പോൾ അസിസ്റ്റന്റ് വരുന്നു, ജില്ലാതല കാര്യങ്ങൾ നോക്കുമ്പോൾ ജോയിന്റ് വരുന്നു. ക്ലിയർ അല്ലേ? ആൻഡ് ഹി ഈസ് അസിസ്റ്റഡ് ബൈ സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടേഴ്സ്, ജൂനിയർ ആൻഡ് സീനിയർ ഇൻസ്പെക്ടേഴ്സ്. അപ്പൊ ഈ ARനെ സഹായിക്കാനായിട്ട് ആരൊക്കെ ഉണ്ടാവും? ആ സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടേഴ്സ്, ജൂനിയർ ആൻഡ് സീനിയർ ഇൻസ്പെക്ടേഴ്സും ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെച്ചു. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഓഡിറ്റ് വിങ്ങിന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട്? നോക്കിയേ, ദ ഓഡിറ്റ് വിങ് ഈസ് ഹെഡഡ് ബൈ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് ഹി ഈസ് അസിസ്റ്റഡ് ബൈ സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റേഴ്സ്, ജൂനിയർ ആൻഡ് സീനിയർ ഓഡിറ്റേഴ്സ്. അപ്പൊ AD അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് നമ്മുടെ താലൂക്ക് തലത്തിലെ ഓഡിറ്റിന്റെ തലവൻ എന്ന് പറയുക. അദ്ദേഹത്തെ സഹായിക്കാനുണ്ട് സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റേഴ്സ്, ജൂനിയർ ഓഡിറ്റേഴ്സ്, സീനിയർ ഓഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ പറയുന്നുണ്ട് ബിസൈഡ്സ് ദീസ് അറ്റ് ദ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ആൻഡ് താലൂക്ക് ലെവൽ വേരിയസ് അതർ ഓഫീസേഴ്സ് അറ്റ് ദി എബോവ് ഹൈറാർക്കി ആർ വർക്കിംഗ് ഓൺ ഡെപ്യൂട്ടേഷൻ or free service at various institutions as chief executive, concurrent auditors, special officers. അപ്പൊ ഇതിന് പുറമെയായിട്ട് ഓക്കെ ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫ്രീ സർവീസിലൊക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും, കൺകറന്റ് ഓഡിറ്റേഴ്സ് ആയിട്ടും സ്പെഷ്യൽ ഓഫീസേഴ്സ് ഒക്കെ ആയിട്ടും കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പോകട്ടോ. പിന്നെ പറഞ്ഞ സർവീസസ് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഇൻസ്പെക്ടേഴ്സ് ഓർ ഓഡിറ്റേഴ്സ് ആർ റെൻഡേഡ് ടു ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഫോർ വർക്കിംഗ് ആസ് പ്രിൻസിപ്പൽസ് ആൻഡ് ലെക്ചേഴ്സ് റെസ്പെക്ടീവ്ലി ഇൻ ദ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് സെന്റേഴ്സ് റൺ ബൈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. ഇപ്പൊ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ എന്താ പറയുക ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ, അതാ പറയുക സർവീസ് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഇൻസ്പെക്ടേഴ്സ് ഓർ ഓഡിറ്റേഴ്സ് ആർ റെൻഡേഡ് ടു ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. ഇപ്പൊ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ പ്രൊവൈഡ് HDC JDC സെന്റർ ഒക്കെ ഉണ്ട് അല്ലെ.
അപ്പോൾ അവിടെ പ്രിൻസിപ്പളായിട്ടും ലെക്ചേഴ്സൊക്കെ ആയിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും നമ്മുടെ ഓഡിറ്റേഴ്സും ഇൻസ്പെക്ടേഴ്സും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അവരുടെ സേവനങ്ങൾ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലും നൽകാറുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പം പ്രിൻസിപ്പളായിട്ടും ലെക്ചേഴ്സൊക്കെ ആയിട്ട് അവർ പോകാറുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അവിടെ മനസ്സിലാക്കുക, എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. പിന്നെ അവിടെ പറയുന്നത് എന്താണ്, വിജിലൻസ് വിങ് ഈസ് ഫംഗ്ഷനിങ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വൺ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓൾ ഓവർ ദ സ്റ്റേറ്റ് കണ്ടക്ടഡ് ഇൻസ്പെക്ഷൻ ഇൻ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് വിജിലൻസ് വിങ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കേട്ടോ. അത് മനസ്സിലാക്കിയ വിജിലൻസ് വിങ് ഈസ് ഫംഗ്ഷനിങ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വൺ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓൾ ഓവർ ദ സ്റ്റേറ്റ് കണ്ടക്ടഡ് ഇൻസ്പെക്ഷൻസ് ഇൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പം ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ത് ചെയ്യാറുണ്ട്, പരിശോധനകളൊക്കെ നടത്താറുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് ആൻ ഇൻസ്പെക്ഷൻ സെൽ ഹെഡഡ് by 2 deputy registrar constituted for inspection mainly in Apex, Central and Urban Bank. ഇപ്പൊ അപ്പെക്സ് സംഘത്തിലും സെൻട്രൽ ബാങ്ക് സംഘത്തിലും അതുപോലെ അർബൻ ബാങ്കിലും ഒക്കെ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി എന്താണ് ഒരു ഇൻസ്പെക്ഷൻ സെല്ലുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അവിടെ 2 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ടെന്ന് വിചാരിക്കുക. 2 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരെ അതിന്റെ തലവന്മാരാക്കിയിട്ടുണ്ട്. ഒരു സെല്ലുണ്ട്. അത് അപ്പെക്സ് സംഘത്തിലും സെൻട്രൽ സംഘത്തിലും അർബൻ ബാങ്കിലും ഒക്കെ ഇൻസ്പെക്ഷൻ പരിശോധന നടത്താൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് എ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഈസ് ഓൾസോ ഫംഗ്ഷനിങ് ആസ് ആൻ അപ്പല്ലറ്റ് അതോറിറ്റി ഓൺ ദ അവാർഡ്സ് ഇഷ്യൂ ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ആർബിട്രേഷൻ. നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, കോപ്പറേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പഠിക്കാറുണ്ട് അല്ലെ. കോപ്പറേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പഠിക്കുന്ന നമ്മൾ പഠിക്കാറുണ്ട്. സെക്ഷൻ 81 പഠിക്കുന്നുണ്ട് അല്ലെ. സെക്ഷൻ 81 ട്രിബ്യൂണൽ ആരാണ്, ഒരു സിംഗിൾ മെമ്പർ ആണ്, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ജില്ലാ ജഡ്ജി റാങ്കുള്ള വ്യക്തിയായിരിക്കണം. ഇപ്പൊ നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെയും അതുപോലൊപ്പം തന്നെ രജിസ്ട്രാറിന്റെ ഒക്കെ സെക്ഷൻ 70 പ്രകാരമുള്ള ആ വിധിക്കെതിരെ നമ്മൾ അപ്പീൽ പോകുന്ന ആരുടെ മുൻപാകെ എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ട്രിബ്യൂണലിന്റെ മുൻപാകെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് പറയുക എ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഈസ് ഓൾസോ ഫംഗ്ഷനിങ് ആസ് ആൻ അപ്പല്ലറ്റ് അതോറിറ്റി. അത് അപ്പീൽ കൊടുക്കുന്ന അതോറിറ്റി അല്ലെ. അപ്പീൽ ആരുടെ മുൻപാകെയാണ്, നമ്മൾ അപ്പീൽ കൊടുക്കുക ട്രിബ്യൂണലിന് മുൻപാകെയാണ്. അതുകൊണ്ട് പറയുകയാണ് ആസ് ആൻ അപ്പല്ലറ്റ് അതോറിറ്റി ഓൺ ദ അവാർഡ്സ് ഇഷ്യൂഡ് വിത്ത് കോപ്പറേറ്റീവ് ആർബിട്രേറ്റേഴ്സ് ഓർ രജിസ്ട്രാർമാരോ എന്താ പറയുക ആർബിട്രേഷൻ കോടതി. ദ ട്രിബ്യൂണൽ ഈസ് അപ്പോയിന്റഡ് ഫ്രം ദ ജുഡീഷ്യൽ സർവീസ് ആൻഡ് ഷുഡ് ബി എ ജഡ്ജ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ്. ജില്ലാ ജഡ്ജി റാങ്കിൽ കുറയാത്ത വ്യക്തിയായിരിക്കും നമ്മൾ ട്രിബ്യൂണലായിട്ട് അപ്പോയിന്റ് ചെയ്യുക എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്നുണ്ട് ഗവൺമെന്റ് ഹാഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഹെഡഡ് ബൈ വൺ പ്രിസൈഡിംഗ് ഓഫീസർ ടു ഹിയർ ആൻഡ് ഡിസ്പോസ് ഓൾ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ ധനപരമല്ലാത്ത തർക്കങ്ങൾ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. സെക്ഷൻ 69 പ്രകാരം നമ്മൾ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡിസ്പ്യൂട്ട് അല്ലെ, തർക്കങ്ങളാണ്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ എന്ന് പറയും. അപ്പൊ 2 തരത്തിലാണ് ഡിസ്പ്യൂട്ടുകൾ വരിക. ഒന്ന് മോണിറ്ററി ഡിസ്പ്യൂട്ട്, ധനപരമായ തർക്കങ്ങള്. മറ്റൊന്ന് നോൺ മോണിറ്ററി, ധനപരമല്ലാത്ത തർക്കം. 2 തരം തർക്കങ്ങളുണ്ട്. അപ്പൊ ഈ ധനപരമല്ലാത്ത തർക്കങ്ങളുമായിട്ട് നമ്മൾ എവിടെയാണ് കേസ് ഫയൽ ചെയ്തു പോകാന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് അല്ലെ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് സെക്ഷൻ 70A പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. സെക്ഷൻ 70A പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുണ്ട്. അപ്പൊ പറയുന്നുണ്ട് കോപ്പറേറ്റീവ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 നമുക്ക് നിലവിൽ 2 ഉള്ളത്. 2 ആർബിട്രേഷൻ കോടതികളാണ് ഉള്ളത്. അവിടെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ട്. അദ്ദേഹമാണ് എല്ലാ ഈ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകളൊക്കെ കേട്ട് അതിന്മേൽ എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി അതിന്റെ പുറമായിട്ട് പറയുന്നുണ്ട് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെ. ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്താം കേട്ടോ. ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഇപ്പോൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതും അതായത് ഈ ഒരു ആർബിട്രേഷൻ കോടതിക്ക് പുറമെ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കുക. അതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം. ഹെഡ് ക്വാർട്ടർ ട്രിവാൻഡ്രത്താണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ എന്തുണ്ട്, ഒരു ആർബിട്രേഷൻ കോടതിയുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട സ്ട്രക്ചർ ഇത്രയാണ്. കഴിഞ്ഞിട്ടില്ല. ഈ സ്ട്രക്ചറിന് പുറമെ ഇനി നമുക്ക് വളരെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. സിലബസിൽ പഠിക്കാനുണ്ട്. ഇത്ര സ്ട്രക്ചർ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പോവുക കേട്ടോ. ഈ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഒന്ന് മനസ്സിലാക്കി പോവുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറയാം. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിക്കാനുള്ള ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിച്ചാൽ മതി. പരീക്ഷ നേരിടുന്ന രീതിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ പഠിച്ച് മുൻപോട്ട് പോയാൽ മതി. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലെ കാര്യങ്ങൾ. പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാൻ. ഓക്കെ, താങ്ക് യു.